ഓരോ റൗണ്ട് വരുമ്പോഴും എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള ഒരു ഇത് നോക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളൊരു ട്രഡീഷണൽ റൗണ്ട് വന്നപ്പോഴത്തേക്ക്, ഹിസ്റ്റോറിക്കൽ റൗണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ചൂസ് ചെയ്തത് ദേവിയുടെയാണ്, കാളിയുടെ കാളി ആയിട്ട് നിൽക്കുന്നതായിരുന്നു. അതിന് ഞാൻ വൃതം വരെ എടുത്തിട്ടാണ് ആ പെർഫോമൻസ് ചെയ്തത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ആ വേഷം ഇട്ട് നമ്മൾ ചെയ്ത ഒരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ആ പെർഫോമൻസ് എന്തുകൊണ്ടോ അത് ശരിക്കും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. എവിടേക്കോ ഒരു കൊറിയോഗ്രഫീൻ്റെ പോരായ്മകൾ തോന്നി. ഒരു സ്ഥലം മാറ്റങ്ങളും എൻട്രി എക്സിറ്റ്സും എല്ലാം ആകെ മൊത്തം ഒരു പ്രശ്നം. എന്താ പറ്റിയ? പിന്നെ എനർജി ഭയങ്കര ഡൗൺ ആയിരുന്നു. സ്പെഷ്യലി മോളുടെ എനർജി ഡൗൺ ആയിരുന്നു, വിദ്യാൻ്റെ എനർജിയും ഡൗൺ ആയിരുന്നു. എന്ത് പറ്റി? ഡിഫറെൻ്റ് ആയിട്ടുള്ള പല റൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ ഒരു റൗണ്ട് ശരിക്കും എനിക്ക് അത് ഒരു ലൈഫ് ചേഞ്ചിങ് ആണ്. എനിക്ക് എന്നെ തിരിച്ചറിഞ്ഞ പറ്റിയ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്, മോളുമായിട്ടുള്ള ആ ഒരു ചാറ്റ്. അപ്പം ഇതുവരെയ്ക്കും അത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, അത് സ്ക്രിപ്റ്റഡ് ആണോ, നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്തതാണോ? പക്ഷെ ഒരിക്കലുമില്ല. എൻ്റെ അവളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു വിഷമം ഞാൻ ശരിക്കും ഒന്ന് അറിഞ്ഞതാണ്. ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടറാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഇപ്പം എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാൾ മുതലേ മീൻസ് വഴക്ക് കൊടുത്താൽ പിള്ളേർ നന്നായി വളരും, അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളും വളർന്നത്. മോള് ചോദിച്ചോ? എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും, വഴക്ക് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അമ്മ ഇപ്പം വഴക്ക് പറഞ്ഞതാ കൂടുതൽ ഹേർട്ടായിട്ടുള്ള. ഞാൻ സംസാരിക്കാത്ത സോറി, ഞാൻ കോൺഫിഡൻ്റ് ആയ സംസാരിക്കാത്ത എങ്ങനെയുള്ള അമ്മയാവുന്നതാണ് നമുക്കൊരിഷ്ടം. കുറച്ചൊക്കെ സമാധാനമായിട്ട് സംസാരിക്കണമെന്ന് കുറച്ച് ആഗ്രഹമുണ്ട്. യു ആർ എ ബ്യൂട്ടിഫുൾ മദർ. പക്ഷേ സ്വന്തമായിട്ട് പനിഷ്മെൻറ്റ് കൊടുക്കല്ലേ? അന്ന് ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ കുറേ വഴക്ക് പറയുമെന്ന്. പക്ഷെ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അത് പറയണ്ടായിരുന്നെന്ന്. പിന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നോക്കാം അമ്മ എങ്ങനെ തിരിച്ച് പിന്നെ എങ്ങനെ സ്വഭാവം മാറുമെന്ന്. ഇപ്പോൾ എൻ്റെ അമ്മ ശരിക്കും സൂപ്പറായിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നത്. എപ്പോഴും ചിലപ്പോൾ ചട്ടമ്പിയൊക്കെ ആകുമ്പോഴൊക്കെ എന്നെ വഴക്ക് പറയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അമ്മ എന്ത് പറഞ്ഞാലും അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തും എൻ്റെ അടുത്ത് അങ്ങനെ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം അമ്മയുടെ അടുത്ത്. ഇപ്പം കുറേ ചലഞ്ചസ് ഞാൻ ഈ ഒരു വർഷം ഉള്ള ജേർണിയിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു ജോബ് റിസൈൻ ചെയ്യുന്നുള്ള ഒരു ഡിസിഷൻ. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് പകച്ചുപോയ നിമിഷമാണ്. ഏത് വേണം എന്നുള്ള ഇത് പ്രോഗ്രാം ചെയ്യണോ അത് ജോബ് റിസൈൻ ചെയ്യണോ എന്നുള്ള എനിക്ക് സത്യമായിട്ട് അതൊരു ഭയങ്കരമായിട്ട് ഡിസിഷൻ മേക്കിങ്ങിന് ഞാൻ ഒത്തിരി പാടുപെട്ട ടൈമായിരുന്നു. ശരിക്കും ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് എന്നെ ഹെൽപ്പ് ചെയ്തത് വിനു തന്നെയാണ്. താങ്ക് യു വിനു. ആ സമയത്ത് വിനു സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ പ്രോഗ്രാമിൽ ഇവര് ഫൈനൽസ് എത്തിയത് ഒരുപാട് സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ഇതുപോലെ ലാസ്റ്റ് ഇയർ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊപ്പോസൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ ഓസ്ട്രേലിയയിലല്ലേ, അപ്പോൾ ഇവിടെ നാട്ടിൽ അതെങ്ങനെ പോയിട്ട് അതൊക്കെ എങ്ങനെ കോർഡിനേറ്റ് ആക്കും. പിന്നെ സ്കൂളിൻ്റെ സ്കെഡ്യൂളും പിന്നെ വർക്കും അങ്ങനെ ലീവിൻ്റെ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് ഇത് കുറച്ച് പാടായിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ താല്പര്യമൊന്നും തോന്നിയില്ല.
പക്ഷെ ഇവരുടെ പിന്നെ കുറേ പെർഫോമൻസ് ഇങ്ങനെ കണ്ടപ്പോൾ, വേദുവിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്കത് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് അറിയാം ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർ റിയലി ദേ ആർ വെരി സീരിയസ് അബൌട്ട് ഇറ്റ് ആൻഡ് ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും വിദ്യയ്ക്കും കൊച്ചിനും അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്കിത് മനസ്സിലായത്. സൂപ്പർ അമ്മയും മകളും എന്നൊരു ഷോയിൽ വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഡിസിഷൻ മേക്കിംഗ് ഞാൻ ഒത്തിരി ടൈം എടുക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, ഈ ഒരു പ്രോഗ്രാം വന്ന് പല ഘട്ടങ്ങളിലും എനിക്ക് പല ഡിസിഷനും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പം അത് എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു അഭിപ്രായം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും ഞാൻ എൻ്റെ ഒരു ഇഷ്ടം, എൻ്റെ ഒരു പാഷന് എൻ്റെ ഒരു സെൽഫ് റെസ്പെക്റ്റ്, ഞാൻ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയ ഇതാണ്. അതിൽ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഒരു സെൽഫ് പ്രൗഡ് തോന്നിയ ഒരു നിമിഷമാണ്. ഫൈനലിൽ ടോപ്പ് 5 ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയുമ്പോൾ ഞാൻ അന്നൊരു ഡിസിഷൻ സ്വന്തമായിട്ട് എടുത്തില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കത്തില്ല എന്ന് എനിക്ക് സെൽഫായിട്ട് എനിക്ക് തോന്നിയ ഒരു നിമിഷം. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. എല്ലാവിധ വിജയ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. വിദ്യയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വിന്നറായി വരണേന്ന് അതിയായി ആഗ്രഹിക്കുന്നു. ഈ സർവീസിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫൈനലിലെത്തി നിൽക്കുന്ന വിദ്യയ്ക്കും വേദികയ്ക്കും ഞങ്ങളുടെയും കുടുംബശ്രീയുടെയും എല്ലാ അംഗങ്ങളുടെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നമ്മുടെ സൂപ്പർ അമ്മയും മകളും ഷോയിൽ 5 കണ്ടസ്റ്റൻസ്, അതായത് നമ്മുടെ 5 സൂപ്പർ അമ്മമാരുടെയും മക്കളുടെയും ഫിനാലെ പ്രിപ്പറേഷൻസും വിശേഷങ്ങളും ഒക്കെ കണ്ടു. ഇനി ഇവരുടെ തീ പാറുന്ന പോരാട്ടം ഫിനാലെ സ്റ്റേജിൽ കാണാം.